ഹായ് മക്കളെ. ഓക്കെ, അപ്പൊ നമ്മളുടെ സെക്കൻഡ് യൂണിറ്റിനെ പറ്റിയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അല്ലേ. സെക്കൻഡ് യൂണിറ്റിലെ ഒരു കിടിലം പോയമുണ്ട് കേട്ടാ. ഞാൻ ആദ്യത്തെ യൂണിറ്റിലെ ലൈൻസ് റിട്ടേൺ എയർലി സ്പ്രിങ്ങിനെ പറഞ്ഞത് ബ്യൂട്ടിഫുൾ പോയം എന്നാണെങ്കിൽ ഇതിനെ ഞാൻ പറയാ ഒരു അടിപൊളി സൂപ്പർ കിടിലം പോയമാണ് കേട്ടാ. ഇതൊരു പ്രൊട്ടസ്റ്റ് സോങ് ആണ് ശരിക്കും പറയുകയാണെങ്കിൽ. അതാണ് ഈ പോയത്തിന്റെ പ്രത്യേകത. പ്രൊട്ടസ്റ്റ് സോങ് മീൻസ് പ്രതിഷേധ ഗാനം അല്ലെ. പ്രതിഷേധം എന്തിനെതിരെ പ്രതിഷേധം? പ്രതിഷേധിക്കുന്നത് സ്ലേവറിക്കെതിരെയാണ്, ഡിസ്ക്രിമിനേഷനെതിരെയാണ്, വാറിനെതിരെയാണ്. കണ്ടോ, ഇങ്ങനെയുള്ള ഏറ്റവും നമ്മുടെ മനുഷ്യന്മാർക്കൊട്ടും നല്ലതല്ലാത്ത ചില കാര്യങ്ങൾക്കെതിരെ പ്രതികരിച്ചുകൊണ്ട് ബോബ് ഡിലൻ എന്ന് പറയുന്ന അമേരിക്കക്കാരനായ ആ സോങ് റൈറ്റർ സിംഗർ കേട്ടോ, അത് നല്ലൊരു പാട്ടുകാരനാണ്. അദ്ദേഹം എഴുതിയൊരു ഉഗ്രം പോയമാണ് എന്താണ് ഈ പറയുന്ന ബ്ലോവിൻ ഇൻ ദ വിൻഡ് കേട്ടോ. ബ്ലോവിൻ ഇൻ ദ വിൻഡ്, കാറ്റിൽ ഒഴുകുന്നു എന്നാണ് പറയുന്നത് അല്ലെ. കാറ്റിൽ ഇതാ ഒഴുകി പറക്കുന്നു. എന്താ പറക്കുന്നത്? നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ്. നമ്മൾക്ക് മുന്നിലുള്ള പ്രശ്നങ്ങളുടെ ഉത്തരങ്ങളെല്ലാം കാറ്റിൽ പറക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ദാറ്റ് മീൻസ് നമ്മുടെ മുന്നിൽ എല്ലാം ഉണ്ട്, നമ്മളത് കണ്ടില്ല എന്ന് വെക്കുന്നു. അതാണ് ഈ പ്രശ്നം. അപ്പോ നമ്മുടെ മുന്നിലുള്ള ഈ സ്ലേവറിക്കും വാറിനും അതുപോലെ ഡിസ്ക്രിമിനേഷനും അങ്ങനെയുള്ള എല്ലാ ദുഷ്ടത്തരത്തിനും കേട്ടോ, ക്രൂവാലിറ്റിക്കൊക്കെ എതിരെ ശബ്ദിക്കുന്ന ആൾക്കാരുണ്ട് ഒരുപാട്. അതിനുള്ള പരിഹാരങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളാവുന്ന ഒരുപാട് ഭൂരിപക്ഷം ആൾക്കാർ കേട്ടോ, മെജോറിറ്റി ആയിട്ടുള്ള ആൾക്കാർ ഈ പ്രശ്നങ്ങളെ കണ്ടില്ല എന്ന് നടിച്ച് നമ്മൾ അതിനെതിരെ ഒന്നും ചെയ്യാതെ ആക്ട് ചെയ്യാതെ ജീവിക്കുന്നു. അതിനൊക്കെതിരെ പ്രതിഷേധിച്ചുകൊണ്ടാണ്. അതിന് മാത്രമല്ല, പിന്നെ ഈ ഓട്ടോക്രാറ്റുകളായിട്ടുള്ള ആൾക്കാരില്ലേ, ദുഷ്ടന്മാരായിട്ടുള്ള ഭരണാധികാരികളില്ലേ, അവർക്കുമെതിരെ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധ ഗാനമാണ് ഈ പറയുന്ന ബ്ലോവിൻ ഇൻ ദ വിൻഡ്. പ്രത്യേകിച്ച് ബ്ലാക്ക് അമേരിക്കൻ സിവിൽ വാർ അല്ലെങ്കിൽ കറുത്ത വർഗ്ഗക്കാരുടെ നിയമ സമരം ആ 1950-കളിലൊക്കെ നടന്ന സമയത്ത് ഇത് അവരുടെ ഒരു ആന്തമായിട്ടാണ് അവർ കൊണ്ടു നടന്നിരുന്നത്. അവരുടെ ഒരു ദേശീയ ഗാനം പോലെ. നമ്മൾ ദേശീയ ഗാനത്തെ എത്രത്തോളം പവർഫുൾ ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ആദരവോടുകൂടി നമ്മൾ കാണുന്നു, അതുപോലെ അവരുടെ സമരങ്ങളിലൊക്കെ അവർ വളരെ ദേശീയ ഗാനം പോലെ അവർ വിളിച്ച് പാടി നടന്നിരുന്ന പാട്ടാണ് ബ്ലോവിൻ ഇൻ ദ വിൻഡ് കേട്ടോ. ആ വരികൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു പ്രതിഷേധം വികാരം ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാവും കേട്ടോ. എന്തായാലും നമുക്ക് ഇതിന്റെ ഹിസ്റ്ററി നോക്കാം. നമ്മുടെ എക്സാംസ് ഹിസ്റ്ററിയിൽ ഇതെങ്ങനെയാണ് ഇതിന്റെ റോൾ എന്ന് നോക്കാം അല്ലെ. ലൈൻസ് റിട്ടേൺ എയർലി സ്പ്രിങ്ങിന്റെ അത്രയും വരില്ലെങ്കിലും ഇതിനും ചില കാര്യങ്ങളുണ്ട് കേട്ടോ. Blown in the Wind by Bob Dylan explores the quest for answers to crucial social and moral questions. അപ്പോൾ ഇത് ചില സാമൂഹികവും ധാർമ്മികവുമായിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത് ഈ പോയം കേട്ടോ. ത്രൂ എ സീരീസ് ഓഫ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ്. അതാണ് ഇതിനകത്ത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം ഇതാണ്. ഈ പോയത്തിൽ കംപ്ലീറ്റ് റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട്. റെറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് എന്താ പ്രത്യേകം എന്നറിയും? അത് നമ്മൾക്ക് ഉത്തരം ആവശ്യമില്ലാത്ത ചോദ്യങ്ങളാണ്. നമ്മൾ ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം ആവശ്യമില്ല, നമ്മൾ ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് ചോദിക്കില്ലേ, അങ്ങനത്തെ ചോദ്യങ്ങളാണ് നമ്മൾ എന്ത് പറയാ, റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് കേട്ടോ. അപ്പോൾ ഇവിടെ എന്താണ് ഈ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ചില കാര്യങ്ങളൊക്കെ പറയൂലേ. അപ്പൊ എന്താണ് നടക്കുന്നതെന്ന കാര്യങ്ങൾ തിരിച്ച് പറയാൻ വേണ്ടിയിട്ടാണോ അങ്ങനെ ചോദിക്കുന്നത്? നമ്മൾ പറയുന്നതിനാ നമ്മളതൊരു പ്രസംഗിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഒരു എഫക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടി പറയുന്നതാണ് അല്ലെ. അപ്പൊ അതേപോലത്തെ ഒരുപാട് റിറ്റോറിക്കൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ് ഈ പോയം കംപ്ലീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഇഷ്യൂസ് The song reflects on issues like war, freedom, and equality, suggesting that the answers are simple but often ignored. ഈ പോയം പറയുന്നത് ആൻസേഴ്സ് ഒക്കെ സിമ്പിൾ ആണ് ഈ പ്രശ്നങ്ങൾക്കുള്ള, പക്ഷെ അത് നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ് കേട്ടോ. ജസ്റ്റ് ബ്ലോവിങ് ഇൻ ദ വിൻഡ്, അത് ആൻസേഴ്സ് ബ്ലോവിങ് ഇൻ ദ വിൻഡ് എന്നാണ് ഇതിനകത്ത് പറയുന്നത്. അതായത് നമ്മുടെ മുന്നിൽ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ. ഇംപ്ലൈയിങ് ദാറ്റ് ദ സൊല്യൂഷൻസ് ആർ ക്ലിയർ ബട്ട് ഓഫൺ ഓവർലുക്ഡ്, നമ്മളത് ശ്രദ്ധിക്കുന്നേ ഇല്ല എന്നാണ് പറയുന്നത് കേട്ടോ. It's a powerful call to recognize and address these universal concerns. ലോകം എല്ലാമുള്ള ജനങ്ങളുടെ ആശങ്കയെ പറ്റി വളരെ നല്ല രീതിയിൽ ഇത് പ്രതിപാദിക്കുന്നുണ്ട്, അഡ്രസ് ചെയ്യുന്നുണ്ട് ഈ പോയം കേട്ടോ. ഓക്കെ, നമ്മൾ പോയത്തിൽ പഠിക്കാനുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ ഹിസ്റ്ററി എന്താണെന്ന് നോക്കാം. ഇത് നോക്കി വരുമ്പോൾ ഇതിനകത്ത് ആക്ച്വലി പറഞ്ഞ പ്രശ്നം വെച്ചാൽ എന്താണ്, മറ്റേ പോയം ഇതിനെന്ത് ചെയ്യുന്നു, അതിനങ്ങോട്ട് മൂടി വെച്ചേക്കാണ്. കാരണം നമ്മൾ പഠിച്ചാണ് ലൈൻസ് റിട്ടേൺ എയർലി സ്പ്രിംഗ് എന്നാണ് 2023-ലും എന്താണ് ക്വസ്റ്റ്യൻ ആൻസർ അപ്രിസിയേഷൻ ചോദിച്ചത്. 2022-ൽ അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ ചോദിച്ചത്. 2019-ൽ അതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻ ആൻസർ അപ്രിസിയേഷൻ ചോദിച്ചത്. ഈ പോയത്തിൽ നിന്ന് ആകപ്പാടെ ചോദ്യം വന്നിട്ടുള്ളത് 2022-ലെ ഒരു ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ മാത്രമാണ് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ സെഷൻ മാത്രമാണ്, ഒരു വർഷം മാത്രമേ ഞാൻ ചോദിച്ചിട്ടുള്ളൂ ഈ പോയത്തിൽ നിന്ന്. അപ്പോൾ ഇനി വരുന്നത് മിക്കവാറും ഒരു ക്വസ്റ്റ്യൻ ആൻസർ തന്നെ ആയിരിക്കാം എന്ന് നമുക്ക് അനുമാനിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് അന്ന് വന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് വായിച്ചു നോക്കാം. നോക്കിക്കേ. വാട്ട് ഡസ് ദ എക്സ്പ്രഷൻ റോഡ് സ്റ്റാൻഡ്സ് ഫോർ? ഇതിനകത്ത് റോഡ്സ് എന്നൊരു കാര്യം പറയുന്നില്ലേ, അതെന്താണ് സ്റ്റാൻഡ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണ് നിലനിൽക്കുന്നത്? റോഡ് എന്ന് പറയുന്നത് എന്താണ്? ദ വൈറ്റ് ഡോ സിംബലൈസ്, ഇതിനകത്ത് കുറെ സിംബലൈസേഷൻ ഒക്കെ ഉണ്ട്. അതായത് വൈറ്റ് ഡോ,
അതുപോലെ തന്നെ എന്താണ് സോറി ഒരു പീരങ്കി ഉണ്ടതിനെ പറ്റി പറയുന്നില്ല, ആ സംഭവങ്ങൾ ഇതൊക്കെ നമ്മൾ എന്തിനെയാണ് സിംബലൈസ് ചെയ്യുന്നത്? അപ്പോൾ ആദ്യം പറഞ്ഞ വാറിനെയാണ് സിംബലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് നോക്കി വെച്ചോ. ഈ ഡവ് എന്താണ് ഈ പറയുന്ന ബ്ലോ ഇൻ ദ വിൻഡ് ഇതിനെ ഇംപ്ലൈ ചെയ്യുന്നത്? ഇൻസ്റ്റൻസസ് ഓഫ് അതിനകത്തുണ്ട് അലിട്രേഷൻ കേട്ടോ. അലിട്രേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, കൺസോണന്റ് സൗണ്ട് ഇങ്ങനെ ആവർത്തിച്ച് വരുന്നത്, അത് നോക്കി വെക്കുക കേട്ടോ. അലിട്രേഷൻ ശ്രദ്ധിച്ചു വെക്കുക. ഇതാണ് ആകപ്പാടെ അന്ന് വന്നിട്ടുള്ള 2022 വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആൻസേഴ്സ്. ഓക്കെ, അപ്പൊ സിംബലൈസ് ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ അത് ശ്രദ്ധിച്ചു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഡയറക്റ്റ് അതിനകത്ത് എന്താണ് അധികം ചോദ്യം വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് ഏകദേശം ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു തരികയാണ്. എ ലെവൽ ക്വസ്റ്റൻ ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത്, വാട്ട് ഡസ് ദ വേർഡ് റോഡ്സ് റെഫർ ടു ഹിയർ? റോഡ്സ് എന്തിനാണ് റെഫർ ടു ഹിയർ, അതായത് റോഡ്സ് എന്തിനാണ് പ്രതിപാദിക്കുന്നത് എന്ന് പറയുന്നു. അതുപോലെ വാട്ട് ഡസ് ദ റൈറ്റർ സേ ദാറ്റ് ദ ആൻസർ ഈസ് ബ്ലോ ഇൻ ദ വിൻഡ്? ആൻസർ ബ്ലോ ഇൻ ദ വിൻഡ് എന്ന് പറയാൻ കാരണം എന്താണ്? അതൊക്കെ സിമ്പിൾ ആയിട്ട് ചോദിക്കാവുന്ന ചോദ്യം ഉണ്ടോ? Who may be the people and man referred to in stanza 2? What is the attitude of the writer towards them? അപ്പൊ ഈ പല സ്റ്റാൻസകളിലും പീപ്പിൾ എന്നും മാൻ എന്നൊക്കെ പറഞ്ഞാലേ പറയുന്നുണ്ട്. അത് ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന് ചോദിക്കും കേട്ടോ. അപ്പൊ ഇതും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ബി ലെവൽ ക്വസ്റ്റൻ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരുന്നു. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഡു ദ ക്വസ്റ്റ്യൻസ് ഗിവൺ ഹിയർ ഡിമാൻഡ് എ സ്പെസിഫിക് ആൻസർ. വാട്ട് ഡു യു കോൾ സച്ച് ക്വസ്റ്റ്യൻസ്? അതിന്റെ റിട്ടോറിക്കൽ ക്വസ്റ്റ്യൻസ് എന്നാണ് പറയുന്നത്. How is the question about mountain related to the other two questions in stanza 2? Pick out lines from the song that refer to denial of civil rights. അതുപോലെ what attitude of the people is reflected in the refrain? The answer is blowing in the wind എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം കേട്ടോ മക്കളെ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പോയം. എന്താണ് ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന പോയം. അതിൽ നിന്ന് ചോദിക്കാവുന്ന ചോദ്യങ്ങളും. അപ്പോൾ ശ്രദ്ധിക്കുക, ഈ പോയത്തിന് അധിക ഇമ്പോർട്ടൻസ് കിട്ടിയിട്ടില്ല ഹിസ്റ്ററി നോക്കുമ്പോൾ. പക്ഷേ നമുക്കതിനെ ഒഴിവാക്കാൻ പറ്റില്ല. കാരണം ഈ പ്രാവശ്യം ചിലപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യൻ ആൻസറിന്റെ ഒരു സെഷൻ വന്നാൽ ഓക്കെ അല്ലേ, വരില്ലേ, വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ വിട്ടുകളയരുത്, അതിനകത്ത് ക്വസ്റ്റ്യൻസ് പഠിച്ചോളണം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ബ്ലോവിൻ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന ബോബ് ഡിലന്റെ ഫേമസ് ആയിട്ടുള്ള ആ ഒരു പ്രൊട്ടസ്റ്റ് സോങ്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ഈ യൂണിറ്റിൽ ഒരു ചാപ്റ്റർ കൂടി ഉള്ളൂ. അത് നമ്മുടെ മൈ സിസ്റ്റേഴ്സ് ഷൂ ആണ്. അതിനെപ്പറ്റി നമുക്ക് അടുത്ത വീഡിയോയിൽ സംസാരിക്കാം. ഈ വീഡിയോ ഞാൻ സൈൻ ഓഫ് ചെയ്യണം. ഓക്കെ, ബൈ.